ഹലോ എവ്രിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് GD കോൺസ്റ്റബിളിൻ്റെ 20 GK ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. 20 ചോദ്യങ്ങളുണ്ട്, 20 GK ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് 10 മിനിറ്റിനുള്ളിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. ഹൗ മെനി ഹൈക്കോർട്ട്സ് ആർ ദെയർ ഇൻ ഇന്ത്യ ആസ് ഓഫ് 2022? സോ ഹൗ മെനി ഹൈക്കോർട്ട്സ്, ഇപ്പോഴും നമുക്ക് ഹൈക്കോർട്ട് എന്ന് പറയുന്നത് 25 ഹൈക്കോർട്ട്സ് ആണ് ഇൻ ടോട്ടൽ ഉള്ളത്. സോ 25 ഹൈക്കോർട്ട്സ്, പ്രസൻ്റ്ലി 25 ഹൈക്കോർട്ടാണ്. അന്നും 2022 അത്രയും തന്നെയാണ് ഹൈക്കോർട്ട് വന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൂ ഓഫ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് BCCI പ്രസിഡൻറ്റ്? അങ്ങനെ ആയിരിക്കണം ചോദ്യം. സോ ആരായിരുന്നു BCCI പ്രസിഡൻറ്റ്, ഫസ്റ്റ് BCCI പ്രസിഡൻറ്റ്? റോജർ ബിന്നി, JC മുഖർജി, ആൻ്റണി ഡി മെലോ ആൻഡ് RE ഗ്രാൻറ്റ് ഗോവൻ. ഇപ്പോഴത്തെ BCCI പ്രസിഡൻറ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, റോജർ ബിന്നിയാണ്. പക്ഷേ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് BCCI പ്രസിഡൻ്റ് ആണ്. ഫസ്റ്റ് BCCI പ്രസിഡൻ്റ് എന്ന് പറയുന്നത് RE ഗ്രാൻറ്റ് ഗോവനാണ് ഫസ്റ്റ് BCCI പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, SME സ്റ്റാൻഡ്സ് ഫോർ സ്മോൾ ആൻഡ് ഡാഷ് എൻ്റർപ്രൈസസ്. ഇത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്നത്. SME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? SME എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എൻ്റർപ്രൈസസ്. സോ ഓപ്ഷൻ B ആണ് നമ്മുടെ ആൻസർ വരുന്നത്, സ്മോൾ ആൻഡ് medium sized enterprises. Next one, the celebrations for Paryushan Parv is held for dash days by the Digambara sect of Jains. ഈ പര്യൂഷൻ പർവ് എന്ന് പറയുന്നത് ജെയിൻസിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷനാണ്. ഇത് ജെയിൻസിന് 2 സെക്റ്റ് ഉണ്ട്. ഒന്ന് ദിഗംബര എന്ന് പറയുന്ന സെക്റ്റും മറ്റൊന്ന് പറയുന്നത് ശ്വേതാംബര എന്ന് പറയുന്ന ഒരു സെക്റ്റും കൂടിയുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ദിഗംബര സെക്റ്റ് ഈ പറയുന്ന പര്യൂഷൻ പർവ് എത്ര ദിവസമാണ് ആഘോഷിക്കുന്നതെന്നാണ്. ആൻസർ വരുന്നത് 10 days, 10 ദിവസമാണ് ആഘോഷിക്കുന്നത് ദിഗംബര സെക്റ്റ്. എന്നാൽ ഈ ശ്വേതാംബര എന്ന് പറയുന്ന ജെയിനിൻ്റെ തന്നെ സെക്റ്റ് ഈ പറയുന്ന പര്യൂഷൻ പർവ് ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ അത് 8 ദിവസത്തേക്കാണ് ആഘോഷിക്കുന്നത്. 8 എന്ന് പറയുന്ന ഓപ്ഷൻ തന്നിട്ടില്ല. സോ 8 ഡേയ്സിനാണ് പര്യൂഷൻ പർവ് ശ്വേതാംബര സെക്റ്റ് ആഘോഷിക്കുന്നത്. ദിഗംബര 10 days ആണ്. നെക്സ്റ്റ്, ഡാഷ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ 5th 5-year പ്ലാൻ. സ്വച്ഛ് ഭാരത് ബേട്ടി ബച്ചാവോ ഡേ സ്കൂൾ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഓപ്ഷൻസ് തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. 5th 5-year പ്ലാൻ എന്ന് പറയുമ്പം കുറച്ച് പഴയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് മിനിമം നീഡ്സ് പ്രോഗ്രാമാണ്. സോ 5-year പ്ലാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 5-year പ്ലാൻസ് നമ്മൾ കണ്ടു. സോ ദാറ്റ് ഈസ് മിനിമം നീഡ്സ് പ്രോഗ്രാമാണ് ഈ പറയുന്ന 5th 5-year പ്ലാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദി ഫ്ലാഗ് ബെയറർ ഓഫ് ഇന്ത്യ ഫോർ ദ ക്ലോസിംഗ് സെറിമണി ഓഫ് ദി ഏഷ്യൻ ഗെയിംസ് 2018? ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടു. ക്ലോസിംഗ് സെറിമണി ഓഫ് ഏഷ്യൻ ഗെയിംസ് 2018 ആരാ വരുന്നത്? സഞ്ജീവ് രാജ്പുത്, നീരജ് ചോപ്ര, റാണി റാംപാൽ, ദീപക് കുമാർ. നമുക്കറിയാം എവിടെയാണ് ക്ലോസിംഗ് സെറിമണി എന്ന് പറയുന്നത് റാണി റാംപാലും ഓപ്പണിംഗ് സെറിമണി എന്ന് പറയുന്നത് നീരജ് ചോപ്രയുമാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, സോ റിപ്പീറ്റ് ആണ്, ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്. നെക്സ്റ്റ് വൺ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിയൻ ടെറിട്ടറീസ് വാസ് ദ ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് റെക്കോർഡഡ് ഇൻ 2011? സോ 2011 സെൻസസ് പ്രകാരം ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് ഏത് യൂണിയൻ ടെറിട്ടറിക്കായിരുന്നു? ദമൻ ആൻഡ് ദിയു, പുതുച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ആൻസർ എന്താ വരുന്നത്? ലക്ഷദ്വീപാണ് ആൻസർ വരുന്നത്, ഹയസ്റ്റ് ലിറ്ററസി റേറ്റ്. അടുത്തത്, ഡാഷ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ യൂസ്ഡ് ബൈ എക്സ്പേർട്സ് ടു ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ measure the number of people dying prematurely due to particular diseases. ഒരു അസുഖം വന്നത് കാരണം നേരത്തെ മരിച്ചു പോകുന്ന ആൾക്കാരുടെ എണ്ണം മെഷർ ചെയ്യുന്നത് ഏത് ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് കണ്ടാൽ നമുക്ക് ഉത്തരം ഏകദേശം എഴുതാൻ പറ്റും. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഒക്കെ ഇതിനകത്ത് എവിടെയാണ് വരുന്നതില്ല. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് വരുന്നില്ല. പിന്നെ വരുന്നത് ഒരു ഗ്രോസ് ഡൊമസ്റ്റിക് ഡിസീസസ് ആണ്. നമ്മളിതുവരെ കേട്ടിട്ട് തന്നെയില്ല. സോ ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസസ്, ഇത് നമുക്കൊരു ഇൻ്റലിജൻ്റ് ആയിട്ട് ഗെസ് ചെയ്യാൻ പറ്റുന്നൊരു ആൻസറാണ്. ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസസ് ആണ് ഇൻഡിക്കേറ്റർ ആകുന്നത്. എന്താണ് ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, എത്ര ആൾക്കാർ പ്രിമച്വർലി നേരത്തെ മരിച്ചു പോയിട്ടുണ്ട് ഒരു പെർട്ടിക്കുലർ ഡിസീസ് കാരണം എന്നുള്ളത്. സോ ദാറ്റ് ഈസ് അവർ ആൻസർ. നെക്സ്റ്റ് വൺ, റൗട്ട് നച്ച, പന്തി ആൻഡ് സൂവ ആർ ഫേമസ് ഡാൻസ് ഫെസ്റ്റിവൽസ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ്? ഇതിൽ നമ്മൾ പന്തി നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. പന്തി എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെയാണ്. സോ ഏത് സ്റ്റേറ്റിലാണെന്ന് 3 അറിയേണ്ട ആവശ്യമില്ല, ഒരെണ്ണെങ്കിലും അറിഞ്ഞാൽ മതി, നമുക്ക് ഉത്തരം കിട്ടും. സോ റൗട്ട് നച്ച ഈസ് വെരി വെരി ഫേമസ് ഇൻ ഛത്തീസ്ഗഡ്. സോ റൗട്ട് നച്ച ആൻഡ് പന്തി ആൻഡ് സൂവ ഇതെല്ലാം വരുന്നത് ഇവിടെയാണ്. ഛത്തീസ്ഗഡിലെ ഫേമസ് ഡാൻസ് ഫോമാണ് റൗട്ട് നച്ചയും പന്തിയും സൂവ എന്ന് പറയുന്ന ഡാൻസ് ഫോംസ്.
നെക്സ്റ്റ്, ദ ഏജ് ഓഫ് ദി സബ്സ്ക്രൈബർ അണ്ടർ അട്ടൽ പെൻഷൻ യോജന. അട്ടൽ പെൻഷൻ യോജനയിൽ ഒരു ഏജ്, സബ്സ്ക്രൈബറിൻ്റെ ഏജ് എത്രയായിരിക്കണം എന്ന് പറയുന്നത്. 15 to 13, 15 to 30, 18 to 40, 25 to 50, 40 to 60. അപ്പം ഒരു അട്ടൽ പെൻഷൻ യോജനയുടെ സബ്സ്ക്രൈബറുടെ ഏജ് എന്ന് പറയുന്നത് 18നും 40 വയസ്സിനും ഇടയിലായിരിക്കണം. 18 to 40 years ആണ് വരുന്നത്, 18 to 40. നെക്സ്റ്റ് വൺ, വെൻ വാസ് ദി ഹരിജൻ സേവക് സംഘ് ഫൗണ്ടഡ് ആസ് എ റിസൾട്ട് ഓഫ് പൂന പാക്ട്. പൂന പാക്റ്റും 1932 ഹരിജൻ സേവക് സംഘും സെയിം 1932 സെയിം ഇയർ ആണ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഹരിജൻ സേവക് സംഘ് വാസ് ഫോംഡ് as a result of Pune Pact, and that was both of them were formed in 1932. Next, as of November 2022, who among the following is the governor of Andhra Pradesh? So ആ സമയത്തെ ഗവർണർ ഓഫ് ആന്ധ്രാപ്രദേശ് ആരാണെന്നാണ് ചോദ്യം. ഹേമന്ത് സൊറൻ, വിശ്വഭൂഷൺ ഹരിചരൺ, അനസൂയ ഉക്കെ, ഭഗത് സിംഗ് കൊഷിയാരി. സോ വിശ്വഭൂഷൺ ഹരിചന്ദൻ ആയിരുന്നു ആ സമയത്തെ ഗവർണർ ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. ഇപ്പോഴും മാറിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്, അബ്ദുൾ നസീർ. സോ ദ പ്രസൻറ്റ് ഗവർണർ ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് അബ്ദുൾ നസീറാണ്. നെക്സ്റ്റ്, ദ സേവ ആപ്പ് വാസ് ലോഞ്ച്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് മിനിസ്റ്റേഴ്സ് ടു ട്രാക്ക് കോൾ ഡിസ്പാച്ച്. സോ കോൾ ഡിസ്പാച്ച് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സേവ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ആരാണ് ലോഞ്ച് ചെയ്തതെന്നാണ്, ഏത് മിനിസ്റ്ററാണ്? ഓപ്ഷൻസ് നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, രാംവിലാസ് പാസ്വാൻ, സുരേഷ് പ്രഭു. അപ്പോൾ ഇത് കുറച്ച് മുമ്പത്തെ ഒരു ആപ്പാണ്. ഇത് അന്ന് ആ സമയത്ത് കോൾ മിനിസ്റ്റർ പീയൂഷ് ഗോയലായിരുന്നു. അദ്ദേഹമായിരുന്നു ഇത് ലോഞ്ച് ചെയ്തത്. ഇദ്ദേഹം ഇപ്പം കോൾ മിനിസ്റ്റർ അല്ല. സോ പീയൂഷ് ഗോയലാണ് അന്നേരം ആ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ നമുക്ക് പഠിച്ചിട്ട് പോകേണ്ടതാണ്, കാരണം ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ, ദ അവഗാഡ്രോസ് നമ്പർ ഈസ് 6.022 ഇൻറ്റു 6.022 ഇൻറ്റു 10 raised to എത്രയാണെന്നാണ് ചോദ്യം വരുന്നത്. ഇതെല്ലാം 10 raised to ആണ്. 10 raised to 23, 10 raised to 24, 10 raised to 25, 10 raised to 22. സോ അവഗാഡ്രോസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 10 raised to 23. 6.022 ഇൻറ്റു 10 raised to 23. അപ്പം നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്തത്, വാട്ട് ഈസ് ദി എമേർജിങ് മാഗ്മ ഫ്രം എ വോൾക്കാനോ ഓൺ ടു ദ എർത്ത്സ് സർഫസ് കോൾഡ്? സോ ഒരു വോൾക്കാനോ ഉണ്ടാകുമ്പം പുറത്തോട്ട് തള്ളുന്ന മാഗ്മ ഭൂമിയിലേക്ക് വരുമ്പം അതിന് നമ്മൾ എന്ത് പേര് പറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് എന്ത് പേര് പറയും? മാഗ്മ അല്ലെങ്കിൽ നമുക്കറിയാം മറ്റൊരു പേര് വോൾക്കാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നത് ലാവ ആണ്. ആഷൊക്കെ വരുന്നുണ്ട്, പൈറോക്ലാസ്റ്റിക് ഫ്ലോസ് ഒക്കെ വരുന്നുണ്ടെങ്കിലും നമുക്കറിയാം അങ്ങനെ ഒഴുകി വരുന്ന വസ്തുവിനെ നമ്മൾ എന്താ പറയുന്നത്? ലാവ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ 2015 MN സുബ്രഹ്മണ്യം എൻഡോവ്മെൻറ്റ് അവാർഡ് ദ മ്യൂസിക് അക്കാഡമി മെഡ്രാസ് വാസ് അവാർഡഡ് ടു. സോ MN സുബ്രഹ്മണ്യം എൻഡോവ്മെൻറ്റ് അവാർഡ് 2015 ആർക്ക് കൊടുത്തു എന്നാണ് ചോദ്യം. മെഹബൂബ് സുബാനി, കൃഷ്ണ ഇല, അനുരാധ പാണ്ഡെ, അലർമേൽ വല്ലി. അപ്പം ഇത് കൊടുത്തിരിക്കുന്നത് അലർമേൽ വല്ലിക്കാണ്. ഇദ്ദേഹം ഒരു ഫേമസ് ഭരതനാട്യം എക്സ്പൊണൻ്റ് ആണ്. സോ MN സുബ്രഹ്മണ്യം എൻഡോവ്മെൻറ്റ് അവാർഡ് 2015 വാസ് ഗിവൺ ടു അലർമേൽ വല്ലി. നെക്സ്റ്റ്, ദ മാക്സിമം ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ വാസ് റെക്കോർഡഡ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് ഇയർ ആണെന്നാണ് ചോദ്യം. മാക്സിമം ഇൻഫ്ലേഷൻ വാസ് അറ്റ് 25.2%. അതിൻ്റെ റീസണും പറയുന്നുണ്ട്, ആട്രിബ്യൂട്ടഡ് ടു ദ ഫെയിലിയർ ഓഫ് ഖാരിഫ് ക്രോപ്സ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വന്നില്ല ഇൻ ദ പ്രീവിയസ് ഇയർ, ആൻഡ് ഓൾസോ ടു ദ ഹൈക്ക് ഇൻ ക്രൂഡ് ഓയിൽ പ്രൈസസും കൂടി. ഇതെല്ലാം കൂടി വന്നപ്പം ഇൻഫ്ലേഷൻ വളരെ കൂടുതലായിട്ടാണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് 25.2%. അപ്പോൾ അത് ഏത് വർഷമാണെന്നാണ് ചോദ്യം. ഇപ്പോഴൊന്നുമല്ല, പഴയ കഥയാണ് പറയുന്നത്. സോ 1974-75 ആ കാര്യം വരുന്നത്. സോ ദ മാക്സിമം ഇൻഫ്ലേഷൻ റെക്കോർഡ് ചെയ്തത് 1974-75 74-75 കാലഘട്ടം. പെർസെൻറ്റേജും പറഞ്ഞിട്ടുണ്ട് അറ്റ് 25.2%. അതിൻ്റെ കാരണവും പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ ഒരു നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ റീസൺസ് ആർ മെൻഷൻഡ്, ഇയർ പറഞ്ഞിട്ടുണ്ട്, പെർസെൻറ്റേജും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, വേർ വിൽ യു ഫൈൻഡ് പ്ലാസ്റ്റിഡ്സ് ഇൻ എ ലീഫ് സെൽ? പ്ലാസ്റ്റിഡ്സ് എവിടെയാണ് കാണുന്നത്? ഓപ്ഷൻസ് ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, സെൽ വോൾ. പ്ലാസ്റ്റിഡ്സ്, ലീഫ് സെല്ലിലെ പ്ലാസ്റ്റിഡ്സ് നമ്മൾ കാണുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസം. നെക്സ്റ്റ്, വിച്ച് among the following Vedas is the oldest വേദ ഏതാണ്? അഥർവ, സാമ, ഋഗ് ആൻഡ് യജുർവേദ. ഏതാ വരുന്നത്? ഋഗ്വേദയാണ് ഓൾഡസ്റ്റ് വേദ എന്നറിയപ്പെടുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ആണ്? 42nd അമെൻമെൻറ്റ് ആക്ട്. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. സോ ഓപ്ഷൻ ഡി ആണ്. സോ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ വരുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്ക് വീണ്ടും കാണാം.